ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് 5 വിശേഷണങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാലോ. ഫസ്റ്റ് വൺ, കിഴക്കിൻ്റെ വെനീസ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. ഇറ്റാലിയൻ നഗരമായ വെനീസിലേതിന് സമാനമായി കനാലുകളുടെയും കായലുകളുടെയും തടാകങ്ങളുടെയും ബീച്ചുകളുടെയും സങ്കീർണമായൊരു ശൃംഖലയുടെ പ്രസൻസ് ആലപ്പുഴയിലുള്ളതിനാലാണ് കിഴക്കിൻ്റെ വെനീസ് എന്ന് ആലപ്പുഴ അറിയപ്പെടുന്നത്. സെക്കൻഡ് വൺ, ചുണ്ടൻ വള്ളങ്ങളുടെ നാട്. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. വള്ളംകളി എന്നറിയപ്പെടുന്ന വാർഷിക വള്ളംകളിയിലെ പരമ്പരാഗത ചുണ്ടൻ വള്ളങ്ങളുടെ കേന്ദ്രമായതിനാലാണ് കുട്ടനാടിന് ഇത്തരത്തിലൊരു വിശേഷണം വന്നത്. തേർഡ് വൺ, പമ്പയുടെ ദാനം. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പമ്പാ നദിയും അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളും ചേർന്ന് കുട്ടനാട് എന്ന പ്രദേശത്ത് ഫലഭൂയിഷ്ടമായ എക്കൽമണ്ണ് നിക്ഷേപിച്ച് കേരളത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ കാർഷിക മേഖലകളിൽ ഒന്നാക്കി മാറ്റിയതിനാലാണ് പമ്പയുടെ ദാനം എന്ന് കുട്ടനാടിനെ അറിയപ്പെടുന്നത്. ഫോർത്ത് വൺ, കേരളത്തിൻ്റെ നെതർലാൻഡ്. കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നാണ് കുട്ടനാടിനെ അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നാണ് കുട്ടനാടിനെ അറിയപ്പെടുന്നത്. ഡച്ച് ഭൂപ്രകൃതിയെ അനുസ്മരിപ്പിക്കുന്ന സമുദ്രനിരപ്പിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുകൾ, കനാലുകൾ, കൃഷിയിടങ്ങൾ എന്നിവയുടെ ഒരു ശൃംഖല കുട്ടനാടിൽ കാണുന്നത് മൂലമാണ് കേരളത്തിൻ്റെ നെതർലാൻഡ് എന്ന് കുട്ടനാടിനെ അറിയപ്പെടുന്നത്. ഫിഫ്ത്ത് വൺ, തെയ്യങ്ങളുടെ നാട്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. തെയ്യങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. പൂർവികരെയും ദിവ്യാത്മാക്കളെയും ആവാഹിക്കുന്ന വിപുലമായ നൃത്തം, സംഗീതം, കഥ പറച്ചിൽ എന്നിവയാൽ സവിശേഷമായ ഒരു പുരാതന അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. ഈ തെയ്യത്തിൻ്റെ ഹൃദയഭൂമി കണ്ണൂരായതിനാലാണ് തെയ്യങ്ങളുടെ നാട് എന്ന് കണ്ണൂരിനെ വിശേഷിപ്പിക്കുന്നത്. സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ more videos.